ഇന്നത്തെ സ്പെഷ്യൽ സ്വീറ്റ് പൊട്ടറ്റോ ഉപ്പുമ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആവിയിൽ വേവിച്ചെടുത്ത 2 സ്വീറ്റ് പൊട്ടറ്റോ, അതിലേക്കായി 2 മീഡിയം സൈസുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസുള്ള ഒരു സവാള അരിഞ്ഞത്, കായം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, ഉഴുന്നുപരിപ്പ്, വെളിച്ചെണ്ണ, നാളികേരം ചിരകിയതും അതിൽ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിന് ആവശ്യമുള്ളത്. ഇനി സ്വീറ്റ് പൊട്ടറ്റോ നന്നായി ഉടച്ച് മാറ്റി വയ്ക്കാം. ഈ ഒരു പരുവത്തിൽ ഉടച്ച് മാറ്റി വയ്ക്കാം. ഇനി സ്റ്റവ് ഓണാക്കി കടായി പാത്രം അതിലേക്ക് വയ്ക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വന്നോട്ടെ. ബ്രൗൺ കളറിൽ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നല്ല പോലെ മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കായം പൊടിച്ചതും ചേർക്കുക. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഉള്ളി നന്നായി മൂത്ത് വന്നോട്ടെ. നമുക്കതിലേക്ക് ഉടച്ചു മാറ്റി വെച്ച സ്വീറ്റ് പൊട്ടറ്റോ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി നല്ല പോലെ മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നാളികേരം ചിരകിയത് അതിൽ ചേർക്കുക. കറിവേപ്പിലയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. സ്വീറ്റ് പൊട്ടറ്റോ ഉപ്പുമ റെഡിയായിരിക്കുന്നു. ഇനി അതിലേക്ക് ആവശ്യമുള്ള പപ്പടം കൂടി കാച്ചിയെടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നോട്ടെ. ചൂടായതിന് ശേഷം മാത്രം പപ്പടം ഓരോന്നായി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഉപ്പുമ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.